ഹായ്, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോപ്പർ പെപ്റ്റൈഡ്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഓൾറെഡി പെപ്റ്റൈഡ്സിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ട് ഞാൻ ഇവിടെ കൊടുക്കാൻ വീഡിയോ എടുക്കാണ്. ഇന്ന് അതിനകത്ത് ഒരു പെർട്ടിക്കുലർ പെപ്റ്റൈഡ്, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന കോപ്പർ പെപ്റ്റൈഡിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. മാത്രമല്ല നമുക്ക് ഒരു കമന്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കോപ്പർ പെപ്റ്റൈഡിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാൻ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് ഇപ്പം അതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. അതായത് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ചാനലിൽ ഇടുന്നത്. വീഡിയോസ് ഒക്കെ കയറി കാണുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് കോപ്പർ പെപ്റ്റൈഡിനെ പറ്റി നോക്കാം. ആദ്യമേ എന്താണ് നമുക്ക് പെപ്റ്റൈഡ്സ് എന്ന് നോക്കാം. കോപ്പർ പെപ്റ്റൈഡ് പറയുന്നതിന് മുന്നേ എന്താണ് പെപ്റ്റൈഡ്സ് എന്ന് വെച്ചാൽ, പെപ്റ്റൈഡ്സ് നമ്മുടെ സ്കിന്നിന്റെ തന്നെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് കാണപ്പെടുന്ന സാധനങ്ങളാണ്. കാരണം പെപ്റ്റൈഡ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഉണ്ടാക്കിയിരിക്കുന്ന കൊളാജനും എലാസ്റ്റിനും ഉണ്ടാവും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പെപ്റ്റൈഡ്സ് പോലും വേറൊരു സാധനത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അമിനോ ആസിഡ്. അമിനോ ആസിഡിൽ നിന്ന് പെപ്റ്റൈഡ്സ് ഉണ്ടാക്കുന്നു. പെപ്റ്റൈഡ്സിൽ നിന്നാണ് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത്. പ്രോട്ടീൻ ആണ് പ്രോട്ടീൻ കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്നത്. എലാസ്റ്റിനും അതുപോലെ തന്നെ കൊളാജനും പോലെയുള്ള സാധനം. ഈ കൊളാജനും എലാസ്റ്റിനും ആണ് നമ്മുടെ സ്കിന്നിന് ഇങ്ങനെ നന്നായിട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പെപ്റ്റൈഡ്സ്, പ്രത്യേകിച്ച് കോപ്പർ പെപ്റ്റൈഡ് എന്ന് പറഞ്ഞ ഒരു പവർഫുൾ ആയിട്ടുള്ള സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് ആയിട്ട് മാറുന്നത്. എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ആന്റി ഏജിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ വൂൺ ഹീലിങ്ങിന് വേണ്ടിയിട്ട്, സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ കോപ്പർ പെപ്റ്റൈഡ്സ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. പെപ്റ്റൈഡ്സ് വേറെ പല രീതിയിലുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇനി കോപ്പർ പെപ്റ്റൈഡിനെ എടുത്ത് പറയുകയാണെങ്കിൽ, കോപ്പർ പെപ്റ്റൈഡ് എന്ന് പറയുന്നത് ഒരു കോപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെറ്റൽ ആണ്, ട്രേസ് എമൗണ്ട് ഓഫ് മെറ്റൽ ആണ്. ഇത് CU എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. കോപ്പർ നമ്മൾ എലമെന്റ് ചെയ്യുന്ന CU ആണല്ലോ. ഈ CUവിന് ചുറ്റും 3 ടൈപ്പ് പെപ്റ്റൈഡ്സ് വരും. ഗ്ലൈസിൻ, ഹിസ്റ്റഡിൻ, ലൈസിൻ. ഈ 3 പ്രോട്ടീൻസ് നമ്മുടെ കോപ്പറിന് ചുറ്റും അലൈൻ ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ കോപ്പർ പെപ്റ്റൈഡ് എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് സ്കിൻ ബെനിഫിറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. കോപ്പർ പെപ്റ്റൈഡിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് വെച്ചാൽ കൊളാജനും എലാസ്റ്റിനും ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൊളാജനും എലാസ്റ്റിനും ബൂസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്നിനകത്തുള്ള ഫൈൻ ലൈൻസ്, റിങ്കിൾസിന്റെ അപ്പിയറൻസ് വരാതിരിക്കാനും ഉള്ള അപ്പിയറൻസിനെ നമുക്ക് സ്മൂത്ത് ഔട്ട് ചെയ്യാനും പറ്റുന്നത്. എങ്ങനെയാന്ന് വെച്ചാൽ, ഈ കൊളാജനും എലാസ്റ്റിൻ എന്ന് വെച്ചാൽ ഫൈബ്രിൻ ആണ് ഉള്ളത്. നമ്മുടെ സ്കിന്നിനകത്തുള്ള ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽസിൽ നിന്നാണ് ഈ കൊളാജനും എലാസ്റ്റിനും ഒക്കെ ഫോം ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഒരു പെർട്ടിക്കുലർ എൻസൈം നമുക്ക് വേണം. അതിനാണ് നമ്മൾ ലൈസിൻ ഓക്സിഡേസ് എന്ന് പറയുന്നത്. ഈ ലൈസിൻ ഓക്സിഡേസ് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് കോപ്പറിന്റെ പ്രസൻസിൽ വേണം വർക്ക് ചെയ്യാൻ. അപ്പൊ ആ വർക്ക് ചെയ്യാൻ കോപ്പറിന്റെ പ്രസൻസ് വേണം, ലൈസിൻ ഓക്സിഡേസും വേണം. അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പെപ്റ്റൈഡ് കോംപ്ലക്സ് ഏതാണ്? നമ്മൾ പറഞ്ഞ കോപ്പർ പെപ്റ്റൈഡിന്റെ കോംപ്ലക്സ്. അതുകൊണ്ട് തന്നെ ഈ കോപ്പർ പെപ്റ്റൈഡിന്റെ കോംപ്ലക്സ് നമ്മൾ സ്കിന്നിലോട്ട് കൊടുക്കുമ്പോൾ ഇത് ഫൈബ്രോബ്ലാസ്റ്റിനെ ആക്ടിവേറ്റ് ചെയ്യും. അത് കാരണം നമ്മുടെ എലാസ്റ്റിനും കൊളാജനും ഫൈബേഴ്സിനും ക്രോസ് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. അത് കാരണം നമ്മുടെ ഫേസിലുള്ള ഫൈൻ ലൈൻസ്, റിങ്കിൾസിന്റെ അപ്പിയറൻസ് കുറയും. ഫ്യൂച്ചറിൽ അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ബാരിയറിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്ന് വെച്ചാൽ, ഈ ഒരു കോംപ്ലക്സിന് വേറൊരു ഫംഗ്ഷനും കൂടി ഉണ്ട്. നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനായിട്ട്, ന്യൂ ബ്ലഡ് വെസൽസ് ഫോം ചെയ്യാനായിട്ട്. അത് കാരണം നമ്മൾ എന്തെങ്കിലും വൂണ്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനവിടെ പോയിട്ട് ന്യൂ ബ്ലഡ് വെസൽസ് ഫോം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓൾഡ് ആയിട്ടുള്ള സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയാന്നല്ല പറയുന്നത്, പുതിയ പുതിയ സ്കിൻ റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവ് ഈ ഒരു സംഭവത്തിനുണ്ട്. അപ്പൊ അത് കാരണം നമ്മുടെ വൂണ്ട് ഹീൽ പെട്ടെന്ന് നടക്കും. അതുപോലെ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റിപ്പയർ ആവാനായിട്ടും പറ്റും. കാരണം കൂടുതലായിട്ട് ബ്ലഡ് എത്തുകയാണല്ലോ, ബ്ലഡ് വെസൽ ഫോർമേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അത് കാരണമാണ് ഇത് നമുക്ക് വൂണ്ട് ഹീലിങ്ങിനും അതുപോലെ തന്നെ സ്കിൻ ബാരിയർ പ്രൊട്ടക്ഷനും ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത ഇതൊരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. എസ്പെഷ്യലി നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നുണ്ടാവുന്ന എൻവയോൺമെന്റൽ ഓക്സിഡൈസേഷൻ കാരണം ഉണ്ടാവുന്ന ഫ്രീ റാഡിക്കൽസ് കാരണം നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസിനെ തടയാനായിട്ട് ഈ ഒരു കോംപ്ലക്സ് ഹെൽപ്പ് ചെയ്യും. കാരണം ഇതൊരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് ഫ്രീ റാഡിക്കൽസിനെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്ത ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ രണ്ടെണ്ണമാണ്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനകത്തുള്ള ഗ്ലൂക്കോസ് അമിനോ ഗ്ലൈക്കൻസ്, അതായത് ഹൈഡ്രോണിക് ആസിഡ് പോലുള്ള സാധനങ്ങൾ ഇത് ബൂസ്റ്റ് ചെയ്യും. അത് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ ഹൈഡ്രേഷൻ കൂടുകയും സ്കിൻ ഒന്നുകൂടെ പ്ലം ആക്കി എഫക്റ്റീവ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് സ്കിൻ ഒരു മോയ്സ്റ്റ് കീപ്പപ്പ് ചെയ്യുമ്പോൾ സ്കിൻ ഡീഹൈഡ്രേറ്റ് ചെയ്യത്തില്ല. ഡീഹൈഡ്രേറ്റ് ചെയ്യാത്ത സ്കിൻ ഒരിക്കലും ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒന്നും വരത്തില്ല. നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഗുഡ് ലുക്കിംഗ് എങ്ങുമായിട്ടിരിക്കും. അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ, നമുക്കറിയാം നമ്മുടെ ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എൻസൈംസ് പോയിട്ട് നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഡിസ്ട്രക്ട് ചെയ്ത് കളയും. സെൽഫ് ഡിസ്ട്രക്ഷൻ മോഡ് നമ്മുടെ ബോഡിക്കകത്തുണ്ട്. ആ ഒരു എൻസൈമിനെ തടയാനായിട്ട് ഈ ഒരു കോംപ്ലക്സിന് പറ്റും. അങ്ങനെയാണ് ഇതൊരു കംപ്ലീറ്റ്ലി ആന്റി ഏജിങ് പ്രോസസ് ആയിട്ട് മാറുന്നത്. നിങ്ങൾ പ്രഗ്നന്റോ ലാക്ടേറ്റിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോളിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കോപ്പർ പെപ്റ്റൈഡ്സ്. ഇപ്പൊ കോപ്പർ പെപ്റ്റൈഡിനെ പറ്റിയുള്ള ഒരു ഡൗട്ട് ഒക്കെ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയാം ഇത് കുറച്ച് നമ്മൾ സയന്റിഫിക് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഈ നട്ഷലിൽ പറയാണ് എന്നുണ്ടെങ്കിൽ
കോപ്പർ പെപ്റ്റൈഡ് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നകത്തുള്ള ഫൈൻ ലൈൻസ് റിങ്കിൾസ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെ? കൊളാജനും മെലാസിനും ബൂസ്റ്റ് ചെയ്ത് സ്കിൻ ബാരിയർ ഡാമേജ് ആണെങ്കിൽ അവിടുത്തെ സ്കിന്നെ റിപ്പയർ ചെയ്യാനായിട്ട് ന്യൂ ബ്ലഡ് വെസൽസ് വരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കാരണം നമ്മുടെ സ്കിൻ ബാരിയർ റിപ്പയർ ആവാൻ പറ്റും. നമ്മുടെ സ്കിൻ ഡ്രൈ ഡീഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കോപ്പർ പെപ്റ്റൈഡ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കാരണം നമ്മുടെ ബോഡിയിലുള്ള ഹൈലറോണിക് ആസിഡിന്റെ അളവ് കൂട്ടും. കാരണം ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കൻസിന്റെ അളവ് കൂട്ടാനായിട്ട് കോപ്പർ പെപ്റ്റൈഡിന് പറ്റും. അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിനകത്ത് എന്തെങ്കിലും എൻവയോൺമെന്റൽ സ്ട്രെസ് കാരണം അതല്ലെങ്കിൽ സൺ ഡാമേജ് കാരണം ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് കാരണം ഫൈൻ ലൈൻസ് റിങ്കിൾസ് അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ഡാമേജുകളെ തടയാനായിട്ട് കോപ്പർ പെപ്റ്റൈഡിനെ കൊണ്ട് പറ്റും. കാരണം ഇതൊരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നകത്ത് സെൽഫ് ഡിസ്ട്രക്റ്റീവ് മോഡിൽ ഉണ്ടാകുന്ന എൻസൈംസിനെ തടയാനായിട്ട് ഇൻഹിബിറ്റ് ചെയ്യാനായിട്ടും കോപ്പർ പെപ്റ്റൈഡിന് പറ്റും. അങ്ങനെ മെയിനായിട്ട് 5 ഫംഗ്ഷൻസ് ആണ് കോപ്പർ പെപ്റ്റൈഡിന് ഉള്ളത്. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഫേസിനകത്ത് ഒരുവിധമുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നതിനുള്ള കാരണങ്ങൾ, അതായത് ഫ്രീ റാഡിക്കൽസ് കാരണം ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻസ് നമുക്ക് കോപ്പർ പെപ്റ്റൈഡ് കാരണം തടയാൻ പറ്റും. അതിന് പ്രധാനമായിട്ട് 6 കാര്യങ്ങളാണ് നമ്മളെ കോപ്പർ പെപ്റ്റൈഡ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി കോപ്പർ പെപ്റ്റൈഡ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാം, ആർക്കൊക്കെ ഏറ്റവും നന്നായിട്ട് ബെനിഫിറ്റ് ആവുന്നതെന്ന്, അതല്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വെക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ നോക്കാം. കോപ്പർ പെപ്റ്റൈഡ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ആന്റി ഏജിങ് പ്രോസസ്സിനാണ്. അതിനുള്ള റീസൺസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ നിങ്ങളുടെ ഫേസ് ഒരുപാട് സാഗ് ആയിട്ട് തൂങ്ങിക്കിടക്കുന്ന സ്കിന്നൊക്കെ ആണെങ്കിൽ അതിനേക്ക് ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ പറയുന്നത് ഡ്രാസ്റ്റിക് ചേഞ്ച് വരുമെന്നല്ല, നമ്മുടെ ആ സാഗിങ്ങിനെയൊക്കെ ഒന്ന് സ്മൂത്ത് ഔട്ട് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി കോപ്പർ പെപ്റ്റൈഡിന് പറ്റും. അതല്ല നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കെമിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ഹീൽ ആക്കാനായിട്ട്, പിന്നെ പ്രഗ്നൻസി ലാക്ടേറ്റിംഗ് സമയത്ത് നിങ്ങൾക്ക് റെറ്റിനോളിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പർ പെപ്റ്റൈഡിന്റെ കൂടെ അത് യൂസ് ചെയ്യാം. അത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് തേഴ്സ്റ്റിൽ അസിലിക് ആസിഡ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. റെറ്റിനോളിന് പ്രഗ്നൻസിയുടെ സമയത്ത് ആൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് അസിലിക് ആസിഡ് യൂസ് ചെയ്യാം. അപ്പൊ അസിലിക് ആസിഡും പെപ്റ്റൈഡും കൂടി യൂസ് ചെയ്താൽ ഡബിൾ ബെനിഫിറ്റ്, കോപ്പർ പെപ്റ്റൈഡും കൂടി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡബിൾ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ ആക്നെ സ്കാർസ് ഉള്ള ആൾക്കാർക്ക് അതിന്റെ ഇന്റൻസിറ്റി കംപ്ലീറ്റ്ലി മാറ്റാമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആക്നെ സ്കാർസിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനായിട്ട് നന്നായിട്ട് നമുക്ക് കോപ്പർ പെപ്റ്റൈഡ് ഹെൽപ്പ് ചെയ്യും. ഇനി കോപ്പർ പെപ്റ്റൈഡ് എന്തിന്റെയൊക്കെ കൂടെ മിക്സ് ചെയ്യാം? ആക്ച്വലി കോപ്പർ പെപ്റ്റൈഡ് എല്ലാത്തിന്റെ കൂടെ മിക്സ് ചെയ്താലും കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ എന്നാലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലോ കോൺസെൻട്രേഷൻ pH ഉള്ള ആസിഡ്സ്, അതായത് ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ നിങ്ങളൊന്ന് കോപ്പർ പെപ്റ്റൈഡ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. റെറ്റിനോൾസ് നിങ്ങൾ ഹൈ കോൺസെൻട്രേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടോളറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈൻ. ചില ആൾക്കാർക്ക് ടോളറേറ്റ് ചെയ്യാറില്ല. അങ്ങനെയുള്ള ആളാണെങ്കിൽ ഒരു ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കിട്ടും. ആ ഒരു ടിംഗ്ലിംഗ് എഫക്റ്റോ അല്ലെങ്കിൽ 1-2 ദിവസം യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം സ്കിന്നിൽ തോന്നുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. റെറ്റിനോൾ യൂസ് ചെയ്യാത്ത ദിവസങ്ങളിൽ കോപ്പർ പെപ്റ്റൈഡ് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോർമുലേഷൻ മോർണിംഗിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മോർണിംഗിൽ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ റെറ്റിനോൾ യൂസ് ചെയ്യാത്ത ദിവസം നൈറ്റിൽ തന്നെ യൂസ് ചെയ്താൽ മതി. വിറ്റാമിൻ സിയുടെ കോപ്പർ പെപ്റ്റൈഡ് യൂസ് ചെയ്യുമ്പോൾ ഹൈ കോൺസെൻട്രേഷൻ വിറ്റാമിൻ സി ആണെങ്കിൽ 20% ഒക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ടോളറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാം, ഇതില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അതല്ല ഒരു 10-15% ഇടയിൽ ഉള്ള വിറ്റാമിൻ സിയും കോപ്പർ പെപ്റ്റൈഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് ഏതാണോ നിങ്ങൾക്ക് പ്രിഫറൻസ് ഉള്ളത്, ഞാൻ എപ്പോഴും പറയും വിറ്റാമിൻ സി തന്നെ യൂസ് ചെയ്യാം. വിറ്റാമിൻ സി യൂസ് ചെയ്തിട്ട് അത് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആയതിനു ശേഷം, അതായത് 2 to 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് കോപ്പർ പെപ്റ്റൈഡ് യൂസ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ വിറ്റാമിൻ സി ഓക്സിഡൈസ് ആയി പോകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ കോപ്പറിന്റെ പ്രസൻസിൽ വിറ്റാമിൻ സി ഓക്സിഡൈസ് ആവുന്ന സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അബ്സോർബ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പൊ അബ്സോർബ് ആവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് കോപ്പർ പെപ്റ്റൈഡ് യൂസ് ചെയ്താലും മതി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് ഞാൻ ഈ റെക്കമെൻഡേഷനിൽ പറയാൻ പോകുന്നത് ദ ഓർഡിനറിയുടെ കോപ്പർ പെപ്റ്റൈഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അത് യൂസ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക്, എല്ലാവർക്കും ഇല്ല, ചില ആൾക്കാർക്ക് പെർജിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കാൻ, നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും ചിലവർക്ക് അത് പറ്റില്ല, ചിലവർക്ക് പറ്റും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടോളറൻസ് വരുമോ ഇല്ലയോ എന്ന് ഡൗട്ട് ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമുക്കറിയാലോ, നമുക്കൊരു പ്രൊഡക്റ്റ് നിങ്ങളുടെ സ്കിന്നിന് ടോളറേറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ടോളറേഷൻ ഒക്കെ നമുക്ക് ലെവൽ നമുക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കോപ്പർ പെപ്റ്റൈഡ് യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് വീക്ക് ഒരു 2 to 3 ടൈംസ് യൂസ് ചെയ്തതിന് ശേഷം അതൊന്ന് സ്കിന്നിൽ ടോളറേറ്റ് ആക്കിയിട്ട് ഡെയിലി യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. നോർമലി കോപ്പർ പെപ്റ്റൈഡ്സ് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ എല്ലാ സാധനങ്ങളും എല്ലാവർക്കും സ്കിന്നിൽ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റണമെന്ന് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ ടിപ്സും കൂടെ മനസ്സിൽ വെച്ചിട്ട് കോപ്പർ പെപ്റ്റൈഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ആന്റി ഏജിങ് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സാധനമാണ് കോപ്പർ പെപ്റ്റൈഡ്. പ്രത്യേകിച്ചും അത് റെറ്റിനോളിന്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ. പിന്നെ എപ്പോഴും മനസ്സിലാക്കുക, വേറെ ഒരുപാട് പെപ്റ്റൈഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. പലതും പല രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെപ്റ്റൈഡ്സിനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഐഡിയ കിട്ടും. ഇനി നമുക്ക് കുറച്ച് റെക്കമെൻഡേഷൻസിലോട്ട് പോകാം. നോക്കാം. ഫസ്റ്റ് പേഴ്സണൽ ഫേവറേറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ദ ഓർഡിനറിയുടെ കോപ്പർ പെപ്റ്റൈഡ്. ഇതിനകത്ത് 1% കോപ്പർ പെപ്റ്റൈഡ് ചില ആൾക്കാർക്ക് പെർജിങ് ഉണ്ടാക്കുന്നു. സോ അതുകൊണ്ട് തന്നെ
ബിഗിനർ ആണ്, ഇതുവരെ പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ വീക്ക്ലി 2 to 3 ടൈംസ് യൂസ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് ഫുൾ ഡേ നൈറ്റോ അല്ലെങ്കിൽ അവരെങ്ങനെയാണോ റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെ യൂസ് ചെയ്യാം. പക്ഷെ ബിഗിനർ ആണെങ്കിൽ 2 to 3 ടൈം മാത്രമേ പെർ വീക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം സ്കിൻ ടോളറേറ്റ് ചെയ്താൽ ഡെയിലി നിങ്ങൾക്ക് നൈറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും. അടുത്താണ് അമീനുവിന്റെ കോപ്പർ പെപ്റ്റൈഡ്. അതിന് ന്യൂ ഫോർമുലേഷൻ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതിനകത്ത് ഫ്രാഗ്രൻസ് കുറവാണ്. പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഗ്ലോ റെസിപ്പിയുടെ, അതായത് ഇന്ത്യയിലല്ല പുറത്താണ് ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ നാട്ടിലോട്ട് വരുത്തിക്കാൻ പറ്റുമെങ്കിൽ ഗ്ലോ റെസിപ്പിയുടെ കോപ്പർ പെപ്റ്റൈഡ് നല്ല ഓപ്ഷനാണ്. അമീനുവിനേക്കാളും കുറച്ചുകൂടെ നല്ലതാണ്. എക്സ്പെൻസീവ് ആണ്, ബട്ട് സ്റ്റിൽ വർത്ത് ദ മണിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലോറിയൽ പാരീസിന്റെ റീലിഫ്റ്റ് സിറം ഇല്ലേ, അതിനകത്ത് ആന്റി ഏജിങ് സിറം അതിനകത്തുകൊണ്ട് കോപ്പർ പെപ്റ്റൈഡും, അതും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് മിനിമലിസ്റ്റ് മൾട്ടി പെപ്റ്റൈഡിനകത്ത് കോപ്പർ പെപ്റ്റൈഡ് ഉണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന കോപ്പർ പെപ്റ്റൈഡ് മിനിമലിസ്റ്റ് മൾട്ടി പെപ്റ്റൈഡ് ആണ്. പിന്നെ നിങ്ങളൊരു 20s-ലാണ് 30s വരെ ഇടയിലുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് ഒരു കോപ്പർ പെപ്റ്റൈഡ് ബിഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈഫന്റെ പെപ്റ്റൈഡ് കോംപ്ലക്സ് യൂസ് ചെയ്യാം. കോംപ്ലക്സിലെ പെപ്റ്റൈഡ് കോക്ടെയിൽ യൂസ് ചെയ്യാം, അത് നല്ലൊരു ഓപ്ഷനാണ്. കോൺഷ്യസ് കെമിസ്ട്രിന്റെ പെപ്റ്റൈഡ് മൾട്ടി പെപ്റ്റൈഡ് നല്ലൊരു ഓപ്ഷനാണ്. ഗ്ലാംവേദയുടെ കോപ്പർ പെപ്റ്റൈഡ് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ ഡോക്ടർ ഷെയ്ത്ത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള 2 കോമ്പിനേഷനിൽ പുതിയ ഇറക്കിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, കണ്ടെടുത്തോളം ഫോർമുലേഷനും റിവ്യൂവും അത് നല്ല രീതിയിൽ വന്നിട്ടുള്ളതാണ്. അതാണ് നമ്മുടെ ആർഗലൈനും കോപ്പർ പെപ്റ്റൈഡും ഫോർമുലേഷൻ. ഞാൻ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ ഫോർമുലേഷൻ വെച്ചിട്ടും അതിന്റെ റെക്കമെൻഡ് പ്രൊഡക്റ്റ് നമ്മൾ അതിന്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല എന്താ പറയുന്ന ഒരു ലുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഡോക്ടർ ഷെയ്ത്ത്. അത് നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഡോക്ടർ ഷെയ്ത്തിന് വിശ്വാസം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ എന്റെ റിവ്യൂ വന്നിട്ട് മതി എന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അതൊന്ന് റിവ്യൂ ചെയ്യാൻ പോവാണ്. കാരണം ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പക്ഷെ അതും വർത്ത് മണി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോപ്പർ പെപ്റ്റൈഡ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അത് എന്താണ് കോപ്പർ പെപ്റ്റൈഡ് എന്ന് പറഞ്ഞു, എങ്ങനെ യൂസ് ചെയ്യാം, ആർക്കൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെയാണ് സ്കിന്നിൽ വർക്ക് ചെയ്യുന്നത്, എത്രയാണ് കോൺസെൻട്രേഷൻ, റെക്കമെൻഡേഷൻസും ഒക്കെയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. ഇതുപോലെ പെർട്ടിക്കുലർ ഏതെങ്കിലും ഇൻഗ്രീഡിയൻ ബേസോ അല്ലെങ്കിൽ കൺസേൺ ബേസ്ഡ് ആയിട്ടുള്ള സ്കിൻ കെയർ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ തേഴ്സ്ഡേയും ട്യൂസ്ഡേ സൺഡേസിലാണ് ഞാൻ വരുന്നത്. നെക്സ്റ്റ് Q&A ആയിട്ട് ട്യൂസ്ഡേ കാണുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.